മഹാന്മാർ പറയുന്നത് വളരെ സങ്കടമുണ്ട്. കാരണം ഇതൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. പാവപ്പെട്ട സമുദായം കരുതൂല്ലേ വിശ്വാസം അർപ്പിച്ച ഉലമാക്കൾ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് എന്നല്ല. ഈ 4 വർഷ കാലയളവിൽ മദീനത്തുൽ കിറാമിൽ പരിശോധനക്കും രഹസ്യമായും സ്വകാര്യമായും പല രീതിയിലും സംഘടനയുടെ ആളുകൾ വന്നു നോക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കതൊക്കെ അറിയാം. എന്നിട്ട് അവർ കണ്ടിട്ടുണ്ടോ ഇവിടെ ശരീഅത്ത് വിരുദ്ധമായ വല്ല സംഗതിയും നടക്കുന്നത്? സ്ത്രീകളുടെ കൂടെ ആടുന്നതും കൈപിടിക്കുന്നതും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? സാധാരണഗതിയിൽ കേരളീയ സമൂഹത്തിൽ നടക്കുന്ന അത്ര പോലും, വഅളിന്റെ മജ്ലിസിലും ദിക്റിന്റെ സദസ്സിലും നടക്കുന്ന അത്ര പോലും സ്ത്രീ പുരുഷ സമ്മിശ്രാവസ്ഥയും മറ്റും ഇവിടെ നടക്കുന്നില്ല. അത്രയും പരിരക്ഷിക്കുന്നുണ്ട്. ഒരു ത്വരീഖത്തിനോട് സംഘടനാപരമായ അജണ്ടയുടെ പേരിൽ വിരോധമുണ്ടെങ്കിൽ അത് ന്യായം വെച്ച് സംസാരിക്കണം, പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കണം. ഇനിയും മറുപടി എന്ന പേരിൽ എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ഫോട്ടോ കാണിച്ച് വ്യക്തിഹത്യ നടത്താനല്ല ശ്രമിക്കേണ്ടത്. ഒരിക്കൽ പോലും തങ്ങൾ കാണാത്ത ഒരു മഹാത്മാവിനെ, ഈജിപ്തിലുള്ള ഒരു മഹാത്മാവിനെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി എന്തെല്ലാം കളിയാണ് ഇവർ നടത്തുന്നത്? സിറാജ് ദിനപത്രം, ദസൂഖി ത്വരീഖത്ത് ചില ഈജിപ്ഷ്യൻ അനുഭവങ്ങൾ 2007 ഡിസംബർ 9 ഒക്കെ വരുന്നത് ഇപ്പം മദനിയുടെ വരവിന് ശേഷമാണ്. എഴുതിയത് മുഹമ്മദ് റാഫി അസ്ഹരി വൈക്കളവ്. അവിടെ പോയ ആളാണ്. ഇത് തീർത്തും വായിച്ചല്ലോ സിറാജിന്റെ ആൾക്കാർ. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? പക്ഷെ അദ്ദേഹം എഴുതിയ രീതി നോക്ക്. മലയാളത്തിൽ എഴുതുകയാണിത്. സ്ത്രീ പുരുഷ സങ്കലനം ഇവർക്ക് പ്രശ്നമല്ലത്രേ. ഞാനിതൊക്കെ അള്ളാഹുവിലേക്ക് വെക്കുന്നു. എന്താ തെളിവെന്താ അറിയോ? വിവാഹപ്രായമെത്തിയ അന്യ സ്ത്രീകൾ ഈ ഖലീഫയുടെ കൂടെ ഈജിപ്തിൽ വന്നത് കുറിപ്പുകാരൻ നേരിൽ കണ്ടതാണ്. സിറാജ് പത്രത്തിൽ എഴുതിയതാണ്. വിവാഹപ്രായമെത്തിയ അന്യ സ്ത്രീകൾ. ഞാനിത് വായിച്ചപ്പോൾ ആലോചിച്ചു, പടച്ചവനെ, ആരാണ് ഇപ്പം വിവാഹപ്രായമെത്തിയവരോ വിവാഹം നടക്കാത്തവരോ ആയ പെണ്ണുങ്ങൾ? ഇത് ചിലപ്പം എന്നെ അറിയുന്ന എന്റെ കുടുംബത്തിലെ സഹോദരിമാര് വരെ വിവാഹപ്രായം എത്തിയ അന്യ സ്ത്രീകളുമായിട്ട് ഖലീഫ പോയി എന്ന് പറഞ്ഞാൽ ഓരൊറ്റ പെണ്ണ്, ഓരൊറ്റ അന്യ സ്ത്രീ, വിവാഹപ്രായം എത്തിയതോ വിവാഹം കഴിയാത്തതോ ഓരൊറ്റ അന്യ സ്ത്രീ ഈ ഖലീഫയുടെ കൂടെ മിസ്റിലേക്ക് പോയിട്ടില്ല. പച്ചപ്പൊള്ള്. പക്ഷെ സംഭവം അതല്ല. എന്റെ 8ാം ക്ലാസ് പഠിക്കുന്ന മോളുണ്ടായിരുന്നു കൂടെ. 6ാം ക്ലാസ് പഠിക്കുന്ന ചെറിയ മോള്, 2 ആളുണ്ടായിരുന്നു. ആ 2 പെൺകുട്ടികൾ ചെറിയ എന്റെ മക്കളെയായിട്ട് എനിക്ക് പോയിക്കൂടെ? ആ പെൺമക്കൾ എന്റെ കൂടെ ഉണ്ടായപ്പോ സമയത്ത് ഈ മനുഷ്യൻ എന്റെ അടുത്ത് വന്നിരുന്നു ക്യാമറയായിട്ട് കൈറോ സിറ്റിയിൽ. അവിടെ മൗലിദിന്റെ ഘോഷയാത്ര നടക്കുന്നുണ്ട്. എല്ലാ തരീഖത്തുകാരുടെയും ഘോഷയാത്ര. നാട് നീളെ നബിദിനത്തിന്റെ ഘോഷയാത്ര അല്ലേ? നിറയെ പെണ്ണുങ്ങളും ആണുങ്ങളും ഘോഷയാത്ര കാണാൻ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ക്ലിക്ക് ചെയ്തു. റോഡുമ്മല് മൗലിദ് യോഗത്തിന് വന്ന പെണ്ണുങ്ങളെ റോഡും വന്നു, പ്രകടനത്തിന്റെ ബാക്കിന്നും ഫോട്ടോ എടുത്തു. ഇതല്ലേ പേരോടെ ക്ലിപ്പായിട്ട് കൊടുക്കുന്നത്? എന്തൊരു മാന്യതയാണിത്! സലാത്ത് നഗറിലേക്കും സമ്മേളന നഗറിലേക്കും ഒക്കെ പോണം നമ്മള്. ഈ അസ്ഹരിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഈജിപ്തിൽ. എന്താ ചെയ്യുന്നത്? എല്ലാ തരീഖത്തുകാരും ഘോഷയാത്ര നടത്തുകയാണ്. അവിടെ ക്യാമറയായിട്ട് ഇങ്ങനെ പോവുക. അതെന്തിനാണ് അന്ന് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ പേരോടിന്റെ കാസറ്റ് ഇറങ്ങിയപ്പോ മനസ്സിലായത്. എന്നിട്ട് ആണും പെണ്ണും കൂടിക്കലരുന്ന രംഗം. ഘോഷയാത്ര കാണുക, ആണും പെണ്ണും കാണുക, പെണ്ണും ആണും കാണുക. എന്താണിതൊക്കെ? എന്നിട്ട് ഈ മനുഷ്യൻ എഴുതുകയാണെന്ത്? സ്ത്രീ പുരുഷ സങ്കലനം ഇവർക്ക് പ്രശ്നമല്ലത്രേ. വിവാഹപ്രായം എത്തിയ അന്യ സ്ത്രീകൾ ഈ ഖലീഫയുടെ കൂടെ ഈജിപ്തിൽ വന്നത് കുറിപ്പുകാരൻ നേരിൽ കണ്ടതാണ്. അല്ലോ, വലിയ അപകടം തന്നെയാണ്. മനുഷ്യന് എഴുന്നേറ്റിക്കാനും പോകാനും വരാനും വയ്യാന്ന് പറഞ്ഞാൽ എന്റെ മകളെയാണ്. വേറൊരൊറ്റ പെൺകുട്ടിയും എന്റെ അറിവിൽ ഇന്ന് വരെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മിസ്റിലേക്ക് ഷെയ്ഖിനെ കാണാൻ പോന്നിട്ടില്ല. പിന്നെ എങ്ങനെയുണ്ടോ ഒരു അപ്പൊ ആരോപണങ്ങൾ എഴുതാൻ പുറപ്പെടുകയാണെങ്കിൽ എന്തും എഴുതാം. അതിന് മറുപടി പറയാനൊട്ട് സാധ്യമല്ല, മറുപടി ഇട്ട് പറയൂല. അല്ല, നേർമാർഗത്തിൽ കാര്യം അറിയാനാണോ പറയുന്നത്? എന്നാൽ എന്തൊക്കെ പറയാനുണ്ട്? കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും പറഞ്ഞൂടെ? തരീഖത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെങ്കിൽ വേറെ കേൾക്കണങ്ങള്. തരീഖത്തിന്റെ മശായിഖന്മാർ അവരുടെയൊക്കെ വ്യക്തിത്വം അത് അവരുടേതായ രീതിയിലാണ്. അപ്പോഴേ അവരുടെ വ്യക്തിത്വത്തിൽ പക്ഷെ ശരീഅത്തിനെതിരായ ഒരു സംഭവം ഒരു ഷെയ്ഖിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് അംഗീകരിക്കാനും പാടില്ല. ഷെയ്ഖ് മുഖ്താർ നമ്മളെ പഠിപ്പിച്ച ആദർശം അതാണ്. അതല്ലേ പറയാൻ പറ്റുള്ളൂ. അതേ സന്ദർഭത്തിൽ ഒരു ഷെയ്ഖ് വേറെ ഒരു സ്ത്രീയെ തൊട്ടു, തടവി എന്ന് ഇവര് പ്രസംഗിച്ചിരിക്കുന്നു. അതിന് അവരാ മറുപടി പറയേണ്ടത്.
അത് വിൽക്കുന്നില്ല ഇപ്പോഴും SYS-ൽ, ഇപ്പോഴും വിൽക്കുന്നില്ല SYS-ൽ. പേരോടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വിൽക്കുക. എന്ത് കൈരളി എന്ന് പറഞ്ഞ മനുഷ്യൻ തൊട്ടു തൊട്ടു തൊട്ടു. ഇപ്പുറത്തുനിന്ന് അതേ ബുക്ക് സ്റ്റാളിൽ തന്നെ വിൽക്കുക. SYS-ന്റെ AT വിഭാഗത്തിന്റെ ഒരു നേതാവ് സഖാഫി, ഒരു ഷെയ്ഖ് മറ്റൊരു പെണ്ണിനെ തൊട്ടു തടവി, അതിനൊന്നും കുഴപ്പമില്ല. ഹക്കായ തരീഖത്താണെങ്കിൽ കുഴപ്പമില്ല. കള്ളശൈഖന്മാർക്കാണോ കുഴപ്പം? ഓ, അപ്പൊ കള്ളശൈഖന്മാർ അല്ലെങ്കിലും കുഴപ്പമില്ല, ഇനി പെണ്ണിനെ തുടങ്ങോ? ഒന്ന് വെച്ചു കൊടുത്ത ആ വയല് കേൾക്കട്ടെ ജനങ്ങൾ. ഹസനുൽ ബസരി റാബിയത്തുൽ അദവിയും ഒരേ കാലക്കാരാണ്. ഹസനുൽ ബസരി റാബിയത്തുൽ അദവിയന്റെ അതേ പവറുള്ള ഒരു ആണാണ്. അതുകൊണ്ട് തന്നെ റാബിയത്തുൽ അദവിയനെ തടയാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഹസനുൽ ബസരിക്ക് ധൈര്യമുണ്ട്. ഹസനുൽ ബസരി വന്നിട്ട് മുന്നിലങ്ങ് നിന്നിട്ട് കൈ കൊണ്ട് തടുത്തവിടെ വെച്ചു. ഖിഫി യാ റാബിയ, നിൽക്കവിടെ റാബിയ. എങ്ങോട്ടാ പോകുന്നത്? ഈ വെള്ളവും തീയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? എന്ത് അലാക്കുണ്ടാക്കാനാ പോകുന്നത്? റാബിയ പറഞ്ഞു, മാറൂ ഹസൻ മാറണം, ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കട്ടെ, എന്റെ ദൗത്യ നിർവഹണത്തിൽ നീ തടസ്സമാകരുത്. റാബിയ ഹസനുൽ ബസരിയോട് പറയുന്നത്. ഹസനുൽ ബസരി ചോദിച്ചു, എന്ത് ദൗത്യം നിർവഹിക്കാനാ നിങ്ങൾ പോകുന്നത്? ഞാൻ വിടൂല. എന്ത് ദൗത്യം നിർവഹിക്കാനാ പോകുന്നത്? പറ, എന്തിനാ നിങ്ങൾ പോകുന്നത്? മാറാനാ പറഞ്ഞത്. റാബിയത്തുൽ അദവിയ, ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യട്ടെ. എന്താ എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങളെ കയ്യിൽ ഈ വെള്ളവും തീയും? അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഹസൻ, എന്റെ കയ്യിലുള്ള ഈ വെള്ളം ഇത് നരകം അണക്കാനുള്ളതാണ്, നരകം കെടുത്തിക്കളയാനുള്ളതാണ്. കത്തിയാളുന്ന നരകം ഞാൻ ഈ പാട്ടയിലെ വെള്ളമൊഴിച്ച് ഞാൻ കെടുത്തിക്കളയും. എന്റെ ഈ കയ്യിലുള്ള തീയ് എന്തിനാണെന്നറിയോ? സുഖലോക സ്വർഗല്ലേ, അത് കത്തിച്ചാമ്പലാക്കാനാണ്, അത് കത്തിച്ചു കളയാനാണ്, അത് കത്തിക്കരിച്ചു കളയാനാണ്. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസരി ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ? ചെയ്യാനുള്ള ആ ഒരു ദാഹം പ്രകടിപ്പിക്കുകയാണ് റാബിയത്തുൽ അദവിയ. ഉടനെ തന്നെ ചോദിച്ചു ഹസനുൽ ബസരി, അല്ല, സ്വർഗം കത്തിച്ചിട്ട് നരകം അണച്ചു കളഞ്ഞിട്ട് സ്വർഗം കത്തിച്ചിട്ട് നീ ജനങ്ങളൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം നേടാനുമല്ലേ? നിങ്ങൾ സ്വർഗം നരകവും കത്തിക്കാൻ പറ്റുമോ? അത് കെടുത്തിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ അദവിയ പറഞ്ഞു, അതെ ഹസൻ, ഇതാണ് എന്റെ പരാതി. ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ പടച്ചോൻ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിൽ കടക്കാനാണ്. അങ്ങനെ ഒരു കുട്ടിയും ഇവിടെ റബ്ബിനെ ആരാധിക്കേണ്ട, അള്ളാഹിനോട് സ്നേഹമുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിൽ കടക്കാനല്ല. എന്നെ അള്ളാഹു സൃഷ്ടിച്ചതിലുള്ള, എനിക്ക് അള്ളാഹു ചെയ്തു തന്നതിലുള്ള അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു. അതാണ് എന്റെ പ്രശ്നം. ജനങ്ങളൊക്കെ ആരാധിക്കുന്നത് നരകവും സ്വർഗവും പേടിച്ചിട്ടാ. അപ്പൊ ആ സിസ്റ്റം ഇവിടെ വേണ്ട, ആ സംവിധാനം ഇവിടെ വേണ്ട. അള്ളാഹിനോട് സ്നേഹം ഉണ്ടായിട്ട് ജനങ്ങൾ ആരാധിക്കട്ടെ. റാബിയത്തുൽ അദവിയ പറയാം, ഇതൊക്കെ എവിടെ? സുഹൃത്തുക്കളെ, ഒരു കാര്യം കേട്ടോ, ഞമ്മക്കൊക്കെ ഇപ്പം മറ്റു തന്നെ ഉണ്ടായി കിട്ടിയാൽ മതി, അതില്ലാഞ്ഞിട്ടപ്പം ഈ വിഷമം. ഏത് സ്വർഗവും നരകവേ, അത് പേടിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഒന്ന് നമ്മൾ ഇബാദത്ത് ചെയ്ത് കിട്ടിയാൽ തന്നെ നമ്മൾ മട്ടായി. അതില്ലാത്തതാ നമ്മുടെ സങ്കടം. മുഖറബീങ്ങൾ അങ്ങനെയല്ല, അവർ ഈ സൗകര്യം കേട്ടോ ഹൂർലീങ്ങളെ കേട്ട് ഇളകണമല്ല. നമ്മളൊക്കെ ഇളകണമെങ്കിൽ ഇത് കേൾക്കണം, അതാ വിഷയം. അതുകൊണ്ട് നിർബന്ധമായും നരകത്തെ പേടിച്ച് സ്വർഗത്തെ മോഹിച്ചുകൊണ്ട് നമ്മൾ അമല് ചെയ്യുക. കാരണം മറ്റേതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയെ പിടിച്ച് തൻ്റെ ആരാധനാ മണ്ഡപത്തിൽ കൊണ്ടുപോയി ഇരുത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയും. റാബിയത്തുൽ അദവിയനെ ഹസനുൽ ബസരി രണ്ടുപേരും ഒരേ പവറിലെത്തി. റാബിയത്തുൽ അദവിയന്റെ പവറിലെത്തിയ പെണ്ണ്, ഹസനുൽ ബസരിയുടെ പദവിയിലെത്തിയ ആണ്. ഇവർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു പെണ്ണ് ഒരാണ്, രണ്ടുപേരും ഇതേ പവറിലാണെങ്കിൽ, ഹസനുൽ ബസരിന്റെ പവറുള്ള ആണും റാബിയത്തുൽ അദവിയന്റെ പവറുള്ള പെണ്ണുമാണെങ്കിൽ, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവളെ പിടിച്ചു, തടഞ്ഞു, കൊണ്ടുപോയാക്കി. ഇതിനൊന്നും കുഴപ്പമില്ലാന്ന് കൊണ്ടുപോയി അവളുടെ ആരാധനാ മണ്ഡപത്തിലോ വീട്ടിലോ ഒക്കെ കൊണ്ടുപോയി ആക്കി കൊടുത്തു. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. തൊട്ടു, കണ്ടു. അത് മഹാന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം, ഫിഖ് ഗ്രന്ഥങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നത് കാണാം. ഹസനുൽ ബസരിന്റെ പവറിലെത്തിയ ആണും റാബിയത്തുൽ അദവിയന്റെ പവറിലെത്തിയ പെണ്ണും ആവണം. ഈ സംഭവവും കൂടെ അതിന് തെളിവാണ്, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ അത് ആവണട്ടോ. ഇത് കേട്ടിട്ട് ഷെയ്ഖിന് മുരീദത്തിനെ തൊടാനുള്ള തെളിവല്ലത്. ഇന്നിപ്പോൾ ആ കാലഘട്ടം പറയാതിരിക്കാൻ വയ്യ. കാരണം രണ്ടാളും ഒരേ പവറിലാവണം, അവിടെ വിഷയം. ഷെയ്ഖ് മാത്രം നന്നായിട്ട് കാര്യമല്ല,
ശൈഖന്നെ നന്നായിട്ടോ ചിന്തിക്കണം ഇക്കാലഘട്ടത്തിൽ. അല്ലാതെ അത് യഥേഷ്ട ഹസ്തദാനം ചെയ്യാനും തൊടാനും പിടിക്കാനുള്ള തെളിവല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെ രണ്ടുപേരും ഇതേ പവറിലാണെങ്കിൽ